ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഞങ്ങൾ എൻഗേജ്മെൻ്റൊക്കെ കൂടിയതിന് ശേഷം അവിടെ അടുത്ത് തന്നെ ഇടുക്കി ജില്ലയിലെ രാമക്കൽ മേട് എന്ന വില്ലേജിൽ കുറുവൻ കുറത്തി സ്റ്റാച്ചു കാണാൻ പോവുകയാണ്. അപ്പോൾ കയറിപ്പോകുന്ന വഴിയാണിത്. ഒത്തിരി വലിയ കയറ്റമൊന്നുമില്ല, കുറച്ച് കയറാനുണ്ട്. എന്നാലും ഇടയ്ക്ക് കുറേ ഇടം എത്തുമ്പോൾ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് റെസ്റ്റ് ചെയ്ത് കുറച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് മുകളിലേക്ക് കയറി പോവാം. നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് കാണുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട് കമ്പം തേനി ഏരിയയാണ്. അവിടെ വിൻഡ് മിൽസ് കറങ്ങണത് നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. അവിടെ ഇരുന്ന് നമുക്ക് ആസ്വദിച്ച് പിന്നെ കുറച്ച് മുകളിലേക്ക് കയറി കുറുവൻ കുറത്തി സ്റ്റാച്ചുവും അതുപോലെ തന്നെ ഹോൺബില്ലും ഒക്കെ കാണാവുന്നതാണ്. ഇതാണ് ആ തമിഴ്നാട് ഏരിയ. കുറേ വിൻഡ് മിൽസാണ് ആ വൈറ്റ് കളറിൽ കറങ്ങുന്നത്. പിന്നെ ഇതൊരു വലിയൊരു മലയാണ്. ഇതിലൂടെ ആളുകൾ കയറി പോകുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ മലയെ ആളുകൾ കയറുന്നുണ്ട്. ഇവിടെ നല്ല നടപ്പാതയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് കയറി പോകാറുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിൻ്റെ അടുത്തെത്തി. നമുക്ക് മലമുഴക്കി വേഴാമ്പലിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് മുകളിലെത്തിയിട്ട് വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാം. അപ്പം നമ്മൾ മലമുഴക്കി വേഴാമ്പലിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞ് നമ്മൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ തന്നെ കുറുവൻ കുറത്തി സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. പിന്നെ ആ ഫ്രണ്ടിൽ ആ മലയൊക്കെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. വിൻഡ് മിൽസ് കറങ്ങണത് കാണാം. ഒരുപാട് ആൾക്കാർ ഈ വ്യൂ പോയിൻ്റ് കാണാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാച്ചു കാണാനായിട്ടും വരുന്നുണ്ട്. ഇത് മലമുഴക്കി വേഴാമ്പലിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള വീഡിയോയാണ്. പിന്നെ ഈ മലമുഴക്കി വേഴാമ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത് KR ഹരിലാൽ എന്ന് പറയുന്ന ശില്പിയാണ്. അതുപോലെ തന്നെ അവിടെ ബെഞ്ചുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കുളമുണ്ട്. അതിനകത്ത് ആമ്പലൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് നല്ല രസമാണ്. പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. ഈ കുറുവൻ കുറത്തി സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത് ജിനൻ എന്ന് പറയുന്ന ആളാണ്. ഭയങ്കര കാറ്റാണ് അവിടെ. ഇതവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു മണ്ഡപം പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ആ കുളം. ഭയങ്കര രസം. ആമ്പൽപ്പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണതാണ്. വിൻഡ് മില്ല് കറങ്ങണത് ഒന്ന് സൂം ചെയ്ത് എടുത്തതാണ്. സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ റീലല്ല 1-2 റീലൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര കാറ്റാണ്. മുടിയൊക്കെ ഇങ്ങനെ പറന്ന് പോകണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ.
ഞങ്ങൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അതിൻ്റെ ബാക്ക് വശത്തൊക്കെ ഒരു വഴിയുണ്ട്, അതിലൂടെ വേണമെങ്കിൽ അന്നേരം കുറച്ചും കൂടി വണ്ടിയിൽ നമുക്ക് വരാവുന്നതാണ്, കുറച്ച് ദൂരം. ഇനി ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.